RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ സത്യഭാമ കോടതിയിൽ ഹാജരായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കോടതിയിൽ ഹാജരായത്. നെടുമങ്ങാട് കോടതിയിലാണ് ഹാജരായത്. രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേർന്നു. രശ്മി, മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. ഇപ്പോൾ ഈ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശത്തിൽ എന്തായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്? പിന്നീടുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ആദ്യം ചാലക്കുടിയിലാണ് പരാതി നൽകിയത്. അതിനുശേഷം അത് കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് സത്യഭാമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. SC/ST വകുപ്പ് പ്രകാരമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. SC/ST വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നെടുമങ്ങാട് പ്രത്യേക കോടതിയിൽ നേരത്തെ ഇത്തരത്തിൽ സമീപിച്ചിരുന്നു. അന്ന് ഈ മുൻകൂർ ജാമ്യം നൽകിയിരുന്നില്ല. വീണ്ടും ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയും ഈ ജാമ്യാപേക്ഷ തള്ളി. മാത്രമല്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. അന്ന് തന്നെ ഇക്കാര്യത്തിൽ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യഭാമ ഇപ്പോൾ അഭിഭാഷകർക്കൊപ്പം കോടതിയിൽ ഹാജരായിരിക്കുന്നത്. RLV രാമകൃഷ്ണനെതിരെ ആയിരുന്നു സത്യഭാമയുടെ പരാമർശം. അതായത് മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ എപ്പോഴും മോഹിനിയായിരിക്കണം. പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ അത് സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം. ചിലർക്ക് കാക്കയുടെ നിറമാണ്. മോഹിനിയാട്ടത്തിന് അവരെ കൊള്ളില്ല. പെറ്റതള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നുള്ളതായിരുന്നു യൂട്യൂബ് ചാനലിന് സത്യഭാമ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം. ഇതോടുകൂടി ഈ സത്യഭാമയുടെ ആരോപണം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പിന്നീട് സത്യഭാമയെ സമീപിക്കുന്ന വേളയിൽ ആ പരാമർശം പിൻവലിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ അഭിഭാഷകർക്കൊപ്പം സത്യഭാമ നെടുമങ്ങാട് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ശരി രശ്മി.